ഇറാനിലെ വാതക പാടങ്ങൾക്കും ഊർജ്ജ നിലയങ്ങൾക്കും നേരെ ആക്രമണം നടത്തില്ലെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. യുദ്ധം കൂടുതൽ വഷളാകാതിരിക്കാനാണ് നിലപാട് സ്വീകരിച്ചതെന്ന് വിശദീകരണം. അമേരിക്ക ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര ശക്തികളുടെ സമ്മർദ്ദത്തെ തുടർന്നാണ് ഇസ്രായേലിന്റെ പിന്മാറ്റമെന്നാണ് സൂചന. ഇറാനിലെ വാതക പാടങ്ങൾക്കും ഊർജ്ജ നിലയങ്ങൾക്കും നേരെ ആക്രമണം നടന്നിട്ടില്ലെന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. പശ്ചിമേഷ്യയിൽ യുദ്ധം കൂടുതൽ വഷളാകാതിരിക്കാനാണ് ഈ നിലപാട് സ്വീകരിച്ചതെന്നാണ് വിശദീകരണം. ഇറാൻ അടുത്തിടെ ഇസ്രായേലിന് നേരെ നടത്തിയ മിസൈൽ ആക്രമണങ്ങൾക്ക് തിരിച്ചടി നൽകുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു. എങ്കിലും ആഗോള എണ്ണ വിപണിയെയും സമ്പദ്വ്യവസ്ഥയെയും ബാധിച്ചേക്കാവുന്ന ഊർജ്ജ മേഖലകളെ തൽക്കാലം ഒഴിവാക്കാൻ ഇസ്രായേൽ തീരുമാനിക്കുകയായിരുന്നു. അമേരിക്ക ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര ശക്തികളുടെ ശക്തമായ സമ്മർദ്ദത്തെ തുടർന്നാണ് ഇസ്രായേലിന്റെ പിന്മാറ്റമെന്നാണ് പുറത്തുവരുന്ന സൂചനകൾ. ഇറാനിലെ ആണവ നിലയങ്ങളോ എണ്ണവാതക കേന്ദ്രങ്ങളോ ആക്രമിക്കുന്നത് മേഖലയിൽ യുദ്ധം കൂടുതൽ സങ്കീർണമാക്കുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഊർജ്ജ സ്രോതസ്സുകൾക്ക് പകരം ഇറാന്റെ സൈനിക താവളങ്ങളെയും പ്രതിരോധ സംവിധാനങ്ങളെയും മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള കൃത്യമായ തിരിച്ചടിക്ക് ഇസ്രായേൽ പദ്ധതിയിടുന്നതായാണ് റിപ്പോർട്ടുകൾ. ഇസ്രായേലിന്റെ ഈ തീരുമാനം താൽക്കാലികമായി ആശ്വാസം നൽകുന്നതാണെങ്കിലും മേഖലയിലെ സമാധാനം ഇപ്പോഴും തുലാസിലാണ്. തങ്ങളുടെ പരമാധികാരത്തിന് മേലുള്ള കടന്നുകയറ്റത്തിന് ശക്തമായ മറുപടി നൽകുമെന്ന് ഇറാൻ ആവർത്തിക്കുമ്പോൾ സ്വന്തം സുരക്ഷയുറപ്പാക്കാൻ ഏത് പരിധിവരെയും പോകുമെന്ന് ഇസ്രായേലും വ്യക്തമാക്കുന്നു. വരും ദിവസങ്ങളിൽ ഇസ്രായേൽ നടത്താൻ പോകുന്ന നീക്കങ്ങൾ പശ്ചിമേഷ്യയുടെ ഭാവി നിർണ്ണയിക്കുന്നതിൽ നിർണായകമാകും. ഇന്റർനാഷണൽ ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.